ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൂസിയാസ്റ്റിക് മെഡിക്കോ. ഇന്ന് എൻ്റെ കോളേജിൽ ഓണ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിക്കോട്ടെ എന്ന് കരുതി. പിന്നെ അതുമാത്രമല്ല, ഇത് ഞങ്ങളുടെ കോളേജിലെ ഓണം മെമ്പർ കൂപ്പണാണ് കേട്ടോ. ഇതിൻ്റെ നറുക്കെടുപ്പ് ഇന്നാണ്. അപ്പോൾ ഞാൻ 1-2 എന്നല്ല 8 കൂപ്പൺ എടുത്തിട്ടുണ്ട്. ഇത് അടിക്കോ ഇല്ലയെന്നാണ് നമുക്കിന്ന് അറിയാനുള്ളത്. അങ്ങനെ അതിരാവിലെ തന്നെ ഞാനും ഫ്രണ്ട്സൊക്കെ കൂടെ മുണ്ടക്കൊടുത്ത് ഇറങ്ങി കേട്ടാ. അതായത് ഒരു 10 മണി. അങ്ങനെ കൃത്യനിഷ്ഠിതയുടെ കാര്യത്തിൽ പണ്ടേ മുൻപന്തിയിലുള്ള ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ബാച്ച് എൻട്രി ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ 23 ബാച്ചിൻ്റെ ബാച്ച് എൻട്രി ആയിരുന്നു. മാവേലി ആണെങ്കിലാ ഫുള്ള് ബിസി ആയിരുന്നു കേട്ടാ. ഇത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. പിന്നെ ഈ കാണുന്നത് എൻ്റെ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് കേട്ടാ. എനിക്ക് ഈ മാവേലിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഈ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങിക്കൂടെ മനുഷ്യ. അങ്ങനെ പോയി സമയം പോയതറിഞ്ഞില്ല. ജൂനിയർ ബാച്ചിന്റെ ബാച്ച് എൻട്രി അവസാനിച്ച് ഇനി കുറച്ച് സംസാരമാവാ. നല്ലൊരു മനുഷ്യനാണ്. ഈ ലോകത്ത് ഇതിലും വലിയ മനുഷ്യന്മാര് അല്ല നല്ല മനുഷ്യന്മാര് ജനിച്ചിട്ടുണ്ടോ ദൈവത്തിന് പോലും അറിയില്ല. ഞാൻ പറയട്ടെ, ഓണത്തിനെ പറ്റി 2 വാക്കുകൾ സംസാരിക്കാം. 5 വാക്കുകൾ. നല്ല ഓണം. എന്റെ ജൂനിയേഴ്സ് ആയിട്ട് പറയല്ല, പിള്ളേര് പൊളിയാണ് കേട്ടാ. ഈ മാവേലി ആണെങ്കിലാ വെള്ളം കുടിക്കുന്ന സമയത്ത് പോലും ആറ്റിറ്റ്യൂഡിൽ ഒരു തരി കുറവ് വരുത്തിയിട്ടില്ല. ഈ കാണുന്നത് നമ്മുടെ ചെയർപേഴ്സണും പിള്ളേരാണ് കേട്ടാ. ഇവരൊക്കെ അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു. നിങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ ഞാൻ പോകുന്നുള്ള മട്ടിലായിരുന്നു കേട്ടാ മാവേലി. നമ്മുടെ മാവേലി ആണെങ്കിൽ ഒരു നിമിഷം പോലും വെറുതെ ഇരുന്നിട്ടില്ല കേട്ടാ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നിരുന്നാലും ആള് ഫുൾ ഓണായിരുന്നു കേട്ടാ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണത് ഇതേ ഇവരുടെ ബാച്ച് എൻട്രി കാണാൻ വേണ്ടിയിട്ടാണ്. അധികം വൈകാതെ ഇവരുടെ ബാച്ച് എൻട്രി സ്റ്റാർട്ടായി. ഇവർ ഫൈനൽ ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ബാച്ച് എൻട്രി ഇവർ പൊളിക്കുമെന്ന് എനിക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഇവിടെ നമ്മുടെ മാവേലി ഒരു കുറവും വരുത്തിയിട്ടില്ല. മാവേലിക്ക് പണ്ട് പ്രവൃത്തി പരിചയം ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടാ. അങ്ങനെ ഏകദേശം എല്ലാ ബാച്ചിൻ്റെയും ബാച്ച് എൻട്രിയൊക്കെ അവസാനിച്ചേട്ടാ. നമ്മുടെ ബാച്ചിലെ പിള്ളേരൊക്കെ കുറച്ചൊരു വന്നിട്ടുണ്ട് ഇവിടെ. ഡാൻസ് കളിക്കാനൊന്നും ഞാൻ പോയില്ല കേട്ടാ. ഇനി മുണ്ടങ്ങാനും ഊരിപ്പോയാലാ. ഇതേ ഇവിടെ ജൂനിയേഴ്സൊക്കെ ഫുള്ള് ഡാൻസ് കളിയാണ് കേട്ടാ. നമ്മുടെ ബാച്ചിലെ പിള്ളേർ സൂര്യൻ്റെ ആക്രമണം മൂലം അങ്ങോട്ട് മാറി നിന്നു. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ലക്ഷ്യം ഫുഡ് തന്നെയാണല്ലോ. ഞാൻ ആ ഫുഡിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കി. അവിടെ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തപ്പൂക്കളൊക്കെ കണ്ടിട്ട് ഞാനിങ്ങ് പോന്നു. ഞാനിങ്ങ് ഇറങ്ങിയത് ഇതേ ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ സീനിയേഴ്സൊക്കെ കറിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഞാനൊന്ന് സഹായിച്ചു. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ബാച്ച് ഡാൻസ് സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട്. അരമണിക്കൂർ നീണ്ടു നിന്ന ഒരു വലിയൊരു ഡാൻസ് തന്നെയായിരുന്നു അത്. ഞാനീ കളിക്കില്ല, നിങ്ങൾ വിട്ടോ എന്ന ആറ്റിറ്റ്യൂഡിൽ ഓടിപ്പോകുന്ന രാമനാഥനാണ് കേട്ടാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഏറെ നേരം നീണ്ടുന്ന ഡാൻസ് പരിപാടി അവസാനിച്ച് ഇത് കഴിഞ്ഞിട്ട് ഹാപ്പി ഓണം എന്ന് എഴുതിയ ഒരു ബാനർ നിലത്തേക്ക് ഇടുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടാ. അനക്ക് ഇതിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഡാൻസ് പരിപാടി കഴിഞ്ഞിട്ട് മാവേലിയൊക്കെ ഫോട്ടോ എടുക്കാൻ കേട്ടാ. എന്നിട്ടും മാവേലിയുടെ ആറ്റിറ്റ്യൂഡിന് ഒരു കുറവുണ്ടായില്ല. അടുത്ത കലാപരിപാടി ഫുഡ് കഴിക്കലായതുകൊണ്ട് നമ്മുടെ പിള്ളേരൊക്കെ അതേ ഫുഡ് കഴിക്കാനായിട്ട് മന്ദം വരുന്ന ദൃശ്യങ്ങളാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുട ചൂടി നിൽക്കുന്നത് നമ്മുടെ ചെയർപേഴ്സണും ഈ ക്യാമറ പിടിച്ചിരിക്കുന്നത് നമ്മുടെ വൈസ് ചെയർപേഴ്സണാണ് കേട്ടാ. നമ്മളും പിന്നെ ആ ക്യാമറയൊക്കെ എടുത്തൊന്ന് നോക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ സദ്യ വിളമ്പുന്ന സ്ഥലമില്ലേ അവിടെ പോയിട്ട് ഒന്ന് നോക്കിയാട്ടാ. ആദ്യം തന്നെ 23 ബാച്ചിനായിരുന്നു കേട്ടോ സദ്യ. നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കിലാണ് കേട്ടോ. എല്ലാം അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാം എടുത്തു വെക്കുന്ന കാര്യത്തിലായാലും എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. അങ്ങനെ ചോറും കറികളൊക്കെ വിളമ്പി തുടങ്ങി. ഏകദേശം ഒരു ഫുഡൊക്കെ കഴിച്ച് കയറിയപ്പോഴേക്കും നമ്മുടെ ബാച്ചിലെ കുറേ കുട്ടികൾ കൂടി വന്നു.
ഈ കാണുന്നതൊക്കെ നമ്മുടെ ജൂനിയേഴ്സാണ് കേട്ടാ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും അധികം സമയം കളയുന്നില്ല. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ ശ്രദ്ധ തെറ്റി. അതുകൊണ്ട് ആദ്യം വീഡിയോസ് എടുക്കാൻ നിന്നില്ല. പിന്നെ നമ്മുടെ സീനിയർ ബാച്ച് അവരുടെ ഇഗ്നാസിയൻസിന് എഴുതിയ ഒരു കാർഡും വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. നിങ്ങളീ കാണുന്നത് ഇവിടുത്തെ സൂപ്രണ്ടും നമ്മുടെ പ്രൊഫസേഴ്സുമാണ് കേട്ടാ. ഇവർ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അവരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മളുടെ ബോളിയും 2 തരം പായസം വന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ നേരെ കണ്ണാടി മുമ്പിൽ വന്നിട്ടാ. നമ്മുടെ ജിമ്മിലാണ് സദ്യ നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 20 ബാച്ച് അവരുടെ ബാച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതിയത് ഞാനാണ് ഏറ്റവും വലിയ ലേറ്റ് കമർ എന്നാണ് കേട്ടാ. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇവർ സദ്യക്ക് വൈകി വന്നു. എല്ലാവരും സദ്യ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടാ ഇവർ വന്നത്. ഭയങ്കര ഫേമസ് യൂട്യൂബറാ. പിന്നെ ഈ കുട്ടീനോട് ലഡ്ഡു വേണമെന്നൊക്കെ ചോദിച്ച് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഞാൻ ഷുഗർ കട്ടിലാണല്ലോ. പിന്നെ ഇത് നമ്മുടെ സ്പോർട്സ് സെക്രട്ടറി ആണ് കേട്ടാ. അങ്ങനെ സദ്യ കഴിഞ്ഞിട്ട് ഞങ്ങൾ കോളേജ് യൂണിയനിലുള്ളവർ ഫോട്ടോ എടുക്കാനായിട്ട് പോയിട്ടാ. നമ്മുടെ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഓണാശംസകൾ.